നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനാണ് കേട്ടോ. ഇതാണ് വളാങ്കുളം കൈനാരി ശ്രീ അയ്യപ്പ ക്ഷേത്രം. വളാങ്കുളം ഗ്രാമത്തിൽ ഗംഭീരമായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം. ഞാൻ പോയ സമയത്ത് അവിടെ ഗംഭീര മേളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത്തിക്കോട് അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഗണോജമൊക്കെ കഴിഞ്ഞ് ആനകൾക്ക് ഭക്തജനങ്ങൾ ഫ്രൂട്ട്സും ചോറിൻ്റെ ഉരുളൊക്കെ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു ഭാഗത്ത് മേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ആനകൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും ചോറിൻ്റെ ഉരുളിയും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഒരു ഭാഗത്ത് രാമായണ പാരായണം നടക്കുന്നുണ്ട്, പ്രഭാത ഭക്ഷണം നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മേൽശാന്തി പ്രസാദം കൊടുക്കുന്നുണ്ട്. തന്ത്രി കലശവും അതുപോലെ തന്നെ ഉച്ചപൂജയ്ക്കുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അയ്യപ്പക്ഷേത്രം, കൈനാരി അയ്യപ്പക്ഷേത്രം എന്ന് പറയുമ്പോൾ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ്. ഒപ്പം തന്നെ ഭഗവതി ഉണ്ട്, ഭദ്രകാളി ഉണ്ട്, പുറത്ത് നാഗങ്ങളുണ്ട്, രക്ഷസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാമായണ പാരായണം അവിടുത്തെ മുതിർന്ന സ്ത്രീകൾ ചൊല്ലുന്നുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലെ ആ ഒരു പരിപാടി, ആ ഒരു ക്ഷേത്രത്തിലെ പരിപാടി എല്ലാവരും കൂടി ഒരേ മനസ്സോടുകൂടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കൈനാറി അയ്യപ്പ ക്ഷേത്രത്തിലെ ആനയൂട്ടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആനകൾക്ക് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉരുളകളും പ്രസാദങ്ങളൊക്കെ ഈ ട്രേയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൊടുത്തുട്ടോ ആനകൾക്ക് ഭക്ഷണം. അങ്ങനെ എല്ലാവർക്കും ആ കൈനാറി അയ്യപ്പ അയ്യപ്പൻ്റെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.